ആലപ്പുഴ മാവേലിക്കര രാജാരവിവർമ്മ ഫൈനാൻസ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ചേർന്ന് ഒഴുക്ക് എന്ന പേരിൽ ചിത്ര പ്രദർശനം ഒരുക്കുന്നു. തിരുവനന്തപുരം മ്യൂസിയം ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുന്ന പ്രദർശനം ഞായറാഴ്ച വരെ തുടരും. പ്രദർശനത്തിന്റെ ഉദ്ഘാടനം പ്രൊഫസർ കാട്ടൂർ നാരായണപിള്ള നിർവഹിച്ചു. പ്രൊഫസർ ടെൻസിംഗ് ജോസഫ് വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. രാജാരവിവർമ്മ ഫൈൻ ആർട്സ് കോളേജിൽ ഒരു കാലത്ത് ഒരുമിച്ച് പഠിച്ച കൂട്ടുകാർ കലാലയത്തിന്റെ പടിയിറങ്ങിയെങ്കിലും കലയെ ഒപ്പം കൂട്ടിയ ഈ സഹപാഠികൾ കലയിലൂടെ തന്നെ ഇവിടെ വീണ്ടും ഒരുമിക്കുകയാണ്. കൂട്ടുകാരി അതുല്യപ്രിയയ്ക്ക് തോന്നിയൊരു ആശയം അത് ഇന്ന് തിരുവനന്തപുരം മ്യൂസിയം ഓഡിറ്റോറിയത്തിലെ ഒഴുക്ക് എന്ന ആർട്ട് പ്രദർശനത്തിൽ എത്തി നിൽക്കുന്നു. രാജാരവിവർമ്മ കോളേജ് ഓഫ് ഫൈൻ ആർട്സിൽ ഒന്നിച്ച് പഠിച്ച ഒരു 12 കലാകാരന്മാർ ചേർന്നിട്ട് നടത്തുന്ന ഒരു എക്സിബിഷനാണ്. അപ്പം ഇതിനകത്ത് തന്നെ ഞങ്ങളുടെ ഒരു സുഹൃത്തുണ്ട് അതുല്യപ്രിയ. അപ്പം അവളാണ് ഇതുമായിട്ട് ഒരു പ്ലാനിങ്ങുമായിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. രൂപം ആർട്ടിസ്റ്റ് ഗ്രൂപ്പ് എന്നാണ് ഇതിൻ്റെ പേര്. അതിൽ ഒഴുക്ക് എന്ന് പറഞ്ഞ ഫസ്റ്റ് എഡിഷനാണിത്. അപ്പം ഇനിയിപ്പം നമുക്ക് വീണ്ടും പ്ലാനിങ്ങുകളുണ്ട്. ഇതേ കൂട്ടുകാർ ഒരുമിച്ച് തുടങ്ങിയ ആർട്ടിസ്റ്റ് ഗ്രൂപ്പാണ് രൂപം. രൂപം കലാകൂട്ടായ്മ ഒരുക്കുന്ന ആദ്യത്തെ ചിത്ര പ്രദർശനമാണ് ഒഴുക്ക്. 3 ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാരുണ്ട്: അപ്ലൈഡ്, സ്കൾപ്ചേഴ്സ്, പെയിൻറ്റിങ്. അപ്പം ഈ 3 ഡിപ്പാർട്ട്മെൻറ്റിലുള്ള കൂട്ടുകാരും കൂടെ ചേർന്ന് നമ്മൾ നടത്തിയ ഒരു എക്സിബിഷനാണ്. ഇത് തുടരാൻ പ്ലാനുണ്ട്. കാര്യം ഇപ്പം ട്രിവാൻഡ്രത്ത് നമ്മൾ നടത്തി, ഇനി അടുത്ത നമുക്ക് ഇപ്പം എറണാകുളത്തോട്ടും അങ്ങനെ കുറച്ചുകൂടെ വലുതാക്കാൻ വേറെ കൂട്ടുകാരും കൂടെ ആഡ് ചെയ്ത് കുറച്ചുകൂടെ വലുതാക്കാനുള്ള പ്ലാനുണ്ട്. ഒഴുക്ക് വെറുമൊരു കലാപ്രദർശനം മാത്രമല്ല, അതൊരു ചലനത്തിന്റെയും ബന്ധത്തിന്റെയും തുടർച്ചയുടെയും കഥയാണ്. കലാകാരന്മാരും ആശയങ്ങളും ഉള്ളിലെ ലോകവും പുറത്തുള്ള ലോകവും തമ്മിൽ ബന്ധപ്പെടുന്ന ഒരു യാത്ര. ഇത് പറയുന്നത് ഒഴുക്കിന് രൂപം നൽകിയവർ തന്നെയാണ്. കോഴ്സ് കഴിഞ്ഞ് കുറച്ച് കാലമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ട്. പക്ഷേ ഞങ്ങൾ ആർട്ട് പ്രാക്ടീസ് ചെയ്യും, പല പരിപാടിയായിട്ട് നിൽക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു ആർട്ട് ഗ്രൂപ്പ് ഫോം ചെയ്തിട്ട് ഒരു എക്സിബിഷൻ പ്ലാൻ ചെയ്ത് അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പം ഇതിൽ 3 ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാരുണ്ട്: സ്കൾപ്ചർ, അപ്ലൈഡ്, പെയിൻറ്റിങ് എന്ന് പറഞ്ഞിട്ട് 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാർ. അപ്പം ഇതിലൊക്കെ വർക്ക് ചെയ്യുന്ന പുറത്ത് പല രീതിയിലൊക്കെ വർക്ക് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒന്നിച്ച് കൊണ്ടുവരികയും അങ്ങനെ എല്ലാവരും ചർച്ച ചെയ്തൊരു ഗ്രൂപ്പ് ഫോം ചെയ്തിട്ട് ഒരു എക്സിബിഷൻ പ്ലാൻ ചെയ്ത് ചെയ്യുക അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇനി ഞങ്ങൾക്കതൊരു പ്രചോദനമാണ് അങ്ങോട്ട് വരയ്ക്കാനും. കാര്യം എല്ലാവരും ഒരുവിധം ജോലിയൊക്കെ ആയിരുന്ന സമയത്ത് ഇതൊക്കെ ഒഴിഞ്ഞിരിക്കുകയായിരുന്നു. കാരണം കോളേജ് കഴിഞ്ഞതിന് ശേഷം ആരും അധികം ഇതിലോട്ട് നിൽക്കുന്നില്ല, പെയിൻറ്റിങ്ങിലോട്ടോ കാര്യങ്ങളോ. പക്ഷെ ഇപ്പം എല്ലാവർക്കും അത് വീണ്ടും ഇനി ചെയ്യണമെന്നും ഇനി ഞങ്ങൾ എന്തായാലും അത് ചെയ്യും. ഈ ഒഴുക്ക് ഇവിടെ നിലയ്ക്കുന്നില്ല. സൗഹൃദവും കലയും സംഗമിക്കുന്ന ഈ ഒഴുക്കിന്റെ അടുത്ത ഘട്ടം കൂടുതൽ മാറ്റോടെ സാധ്യമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ കൂട്ടുകാർ. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.